സലീംഖനെ പോലത്തെ ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ച് റിവ്യൂ തരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതെ അതെ അതെ. ഹായ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സലീം കോടത്തൂരിന്റെ നമ്മുടെ സലീം കെയുടെ സഹോദരിയുടെ വീട്ടിലാണ്. അപ്പോൾ നമ്മുടെ 28ാമത്തെ ഷോറൂം ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ നാദാപുരത്തെ ഷോറൂം വരുന്ന സമയത്ത് ചീഫ് ഗസ്റ്റായി വന്നത് സലീം കെയും മോളും ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സലീം കെയുടെ സഹോദരിയുടെ വീട് 80% പൂർത്തിയായി. അപ്പോൾ സലീം കെ നമ്മളോട് പറഞ്ഞിരുന്നു, മുമ്പ് ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ സ്റ്റീൽ ഡോഴ്സ് പർച്ചേസ് ചെയ്യായിരുന്നു ഡോറെല്ലാം കണ്ടപ്പോൾ. അതിനുശേഷം ബാത്റൂം ഡോഴ്സ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. ബാത്റൂം ഡോർ നമ്മൾ FRP വെച്ചതിന് ശേഷം ഹൗസ് വാമിംഗ് നമ്മളെ വിളിച്ചു, പക്ഷെ വരാൻ സാധിച്ചില്ല. ഇപ്പൊ ചങ്ങരംകുളത്തിന്റെ ഇനാഗ്രേഷൻ ആക്ടിവിറ്റീസുമായിട്ട് വന്ന സമയത്ത് നമ്മൾ സലീം കെയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് വരികയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ വീടിന്റെ ഉള്ളിൽ നിന്ന് കാണാം. സലീം ഖാൻ, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? നല്ലത്, അൽഹംദുലില്ലാ, ഖൈർ. അപ്പൊ നിങ്ങളെ വീട്ടിൽ വീട് വെച്ചതിന് ശേഷം നമ്മളെ ഡോർ വെച്ചിരുന്നു, ബാത്റൂം ഡോറൊക്കെ വെച്ചതിന് ഹൗസ് വാമിംഗ് വിളിച്ചെങ്കിൽ വരാൻ പറ്റിയില്ല. അതെ അതെ, ഹൗസ് വാമിങ്ങിന് വരാൻ പറ്റിയില്ല. സോ എന്താണ് നമ്മളെ ഡോറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയും വേണം. നമ്മളിപ്പോ നമ്മള് ചങ്ങരംകുളത്ത് നമ്മൾ പുതിയ ഷോറൂം ഇനാഗ്രേഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനും കൂടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സലീംക, നാദാപുരത്ത് നമ്മൾ 28ാമത്തെ ഷോറൂം ഉദ്ഘാടനത്തിനാണ് സലീംഖനെ നമ്മൾ ആദ്യം ക്ഷണിച്ചിരുന്നത്. അന്ന് സലീംക്കും മോളും കൂടെ അവിടെ വന്ന് ഭംഗിയായി സംഗതികളൊക്കെ കഴിഞ്ഞു. മാഷാ അല്ലാഹ്. ഇപ്പൊ നമുക്ക് 32ാമത്തെ ഷോറൂമാണ് അടുത്ത നാട്ടിലാണ് ചങ്ങരംകുളത്ത് വരാൻ പോകുന്നത്. അല്ല, അതിന് ശേഷം ഞാൻ അവായുടെ ഒരു മെമ്പറായി മാറിയല്ലോ. അവായുടെ മെമ്പറായി, അതാണ് രസകരമായ സംഭവം. അതിനുശേഷം ആ സമയത്ത് ഈ വീടിന്റെ വർക്ക് ഏകദേശം ഒരു അവസാന ഘട്ടത്തിലായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആദ്യം ഇതിനെ കുറിച്ച് അറിഞ്ഞില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, കാരണം ഞങ്ങൾ ആദ്യത്തെ വീട് പൊളിച്ച കുറച്ച് മരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീരുന്ന, പക്ഷെ അതിന്റെ ഇരട്ടി പിന്നീട് എടുക്കേണ്ടി വന്നു. അതിന് വലിയ പൈസ. അപ്പൊ ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ എത്രയോ വ്യത്യാസമുണ്ട് ബഡ്ജറ്റില് ശരിക്ക്. അപ്പൊ അത് പറ്റില്ല. അപ്പൊ പിന്നീട് ഞാൻ കരുതി എന്തായാലും നമ്മളെ ബാത്റൂമിന്റെ ഡോർസുകൾ എന്തായാലും അവൈഡ് തന്നെ ചെയ്യണമെന്ന്. സലീംക്ക് നമ്മളെ മെമ്പർ ആയത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ ബാത്റൂം ഡോർ, സലീംഖന്റെ സഹോദരിയുടെ വീട്ടിലെ ബാത്റൂം ഡോർസ് മുഴുവൻ ഹവായ് FRPയിലാണ്. ഞാൻ ഷോറൂമിൽ വന്ന സമയത്ത് അവിടുത്തെ മെയിൻ ഡോർസുകളും പിന്നെ ബെഡ്റൂമിന്റെ ഡോർസുകളൊക്കെ കണ്ടു, ബാത്റൂമിന്റെ ഡോർസുകൾ കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ മെയിൻ ഡോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അപ്പൊ കട്ടള വെച്ചിരിക്കുന്നു മരത്തിന്റെ, റൂമുകളിലും അത് വെച്ച്. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ ബാത്റൂം മേഖല നന്നാക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് ഏതൊരാള് വീട് പണിയുമ്പോൾ ഞാനിവിടെ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള പ്രീമിയം ടൈലുകളാണ് ഇട്ടത്. സ്റ്റാൻഡേർഡ് നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ടൈൽസുകൾ. അപ്പോൾ നമ്മൾ ബാത്റൂമിന്റെ ടൈൽസുകളും എല്ലാം നന്നാക്കിയിട്ട് ഡോർസ് സാധാ ഞങ്ങളുടെ നാട്ടിൽ ഫൈബർ ഡോർസ് എന്ന് പറയും, പ്ലാസ്റ്റിക് ഡോർസ് ആണ് എല്ലാവരും വെക്കുക. അപ്പോൾ അതിൽ മാത്രം നമ്മൾ ക്വാളിറ്റി ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇതും ക്വാളിറ്റി ഉള്ള തന്നെ ആവണമെന്ന് ആഗ്രഹം. അങ്ങനെ ഷാഹിദിനെ ബന്ധപ്പെടുന്നു. എന്നോട് ഒരാഴ്ചത്തെ സമയം പറഞ്ഞേ. സത്യത്തിൽ 4ാമത്തെ ദിവസം തന്നെ എത്തി, പൂർത്തിയായി. 4ാമത്തെ ദിവസം ഇവിടെ സാധനം എത്തി. ഒരാൾ വന്നിട്ട് ഒരു ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ ഫുള്ള് ഫിറ്റും ചെയ്തു. ഓക്കെ ഓക്കെ. കസ്റ്റമറോട് നമ്മൾ 10 ദിവസമാണ് FRP ഡോറിന് പറയാം. കാരണം ഇത് അതിന്റെ ഡൈയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ് വേണം. അതിനൊരു 4 to 5 days ആണ് വേണ്ടത്. അപ്പൊ ടോട്ടൽ ഒരു ടൈം ഗ്യാപ്പ് വെച്ച്, കാരണം 10 ദിവസം പറഞ്ഞാൽ എനിക്ക് 7 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ട് കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷെ 11ാമത്തെ ദിവസം ആകുമ്പോൾ വാക്ക് തെറ്റിക്കും ഞാൻ. അതാണ് ഒരു ബിസിനസിന്റെ കമ്പനിയുടെ വലിയ വിജയം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് FRP ഡോസ് ഉണ്ട്, സ്റ്റീൽ ഡോസ് ഉണ്ട്, ഹവായ് സ്റ്റീൽ ഡോസ്, ഹവായ് FRP ഡോസ്, പിന്നെ ഹവായ് വിൻഡോസ്. വിൻഡോസിൽ 3 ടൈപ്പ് ഉണ്ട്. സ്റ്റീൽ വിൻഡോസ് ഉണ്ട്, അതേപോലെ വുഡൻ ടെക്സ്ചർ ഉണ്ട്, അതേപോലെ പൗഡർ കോട്ടർ ഉണ്ട്. പൗഡർ കോട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റീൽ ഡോസ് തന്നെ വുഡിന്റെ അതേ കളറിലുള്ളതും കൊളോണിയൽ ടൈപ്പ് ആയിട്ടുള്ളതൊക്കെ സ്റ്റീൽ ഡോസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ വിൻഡോസിലും ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ഇതൊക്കെ ഞങ്ങൾ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഞങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഞങ്ങളുടെ ഷോറൂമിൽ മാത്രമേ ഇത് സെയിലും ചെയ്യുന്നുള്ളൂ. അൽഹംദുലില്ലാ, ഇപ്പൊ നമുക്ക് 32 ഷോറൂം ഉണ്ട്. ഈ 32 ഷോറൂമിലൂടെ നേരിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ആളുകൾക്കുള്ള ചെറിയൊരു സംശയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹം. അതുകൊണ്ടാവാം ചില ആളുകൾ ചിലപ്പോൾ ഭയക്കുന്നുണ്ടാവും. കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് അവൈ ഡോർസ് ഇപ്പൊ 32ാമത്തെ ബ്രാഞ്ചിലേക്ക് എത്തുക. അപ്പൊ അത് ജനങ്ങള് അത് അക്സെപ്റ്റ് ചെയ്തെന്നുള്ളതിന്റെ ഒരു തെളിവ്. പിന്നെ നമ്മൾ കാണിച്ച ആത്മാർത്ഥത. ഇപ്പൊ ഷാഹിദിന്റെ വാക്കിൽ വന്ന 10-11 ആവരുത്, പക്ഷെ 10ന്റെ ഉള്ളിൽ കൊടുത്ത അതാണ്. അപ്പോ
ഇതിന് പിന്നെ വല്ല ഇപ്പോൾ പൗഡർ കോട്ടിങ് ചെയ്താണായിക്കോട്ടെ, ഇനി വല്ല തുരുമ്പുകൾ വരെ, അപ്പോൾ ജോയിന്റിൽ തുരുമ്പുകൾ വരെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കമ്പനി വാറണ്ടി ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും വാറണ്ടി ഉണ്ട്. കാരണം നമ്മളതിലുള്ള സ്റ്റീൽ ഡോഴ്സിനും സ്റ്റീൽ വിൻഡോസിനും മാത്രമേ ഈ മരത്തിന് ചെയ്തല് എന്ന് പറയുന്ന പോലെ എല്ലാവരും സ്റ്റീലിൽ നിന്ന് കേൾക്കുമ്പോൾ തുരുമ്പാണ് എല്ലാവരും പ്രശ്നം പറയുന്നത്. FRPക്ക് പിന്നെ അങ്ങനത്തെ ഒരു വിഷയം, ബോട്ടും ഷിപ്പും ഒക്കെ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ FRP ചെയ്യുന്നത്. സോ FRP അലുമിനിയത്തിനൊന്നും അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. സ്റ്റീൽ പക്ഷേ നമ്മൾ GI എന്ന് പറഞ്ഞൊരു മെറ്റീരിയലും GL ഗാൽവാലിയം അല്ലെങ്കിൽ ഗാൽവനൈസേഷൻ, ഈ രണ്ട് മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ സ്റ്റീൽ ചെയ്യുന്നത്. കുറെ ആളുകൾ MS ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ചാൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അപ്പൊ GI ഉപയോഗിച്ച് അതിന് പിന്നെ വെൽഡിംഗ് സ്പോട്ട് വരുന്ന സ്ഥലത്ത് നമ്മൾ ഗ്രില്ല് ചെയ്ത് അവിടെ അപ്പോക്സി ഇട്ട് ശേഷം 2 പൗഡർ കോട്ട് ചെയ്ത് അതിന്റെ പുറത്ത് വുഡൻ ടെക്സ്ചറുകൾ, ഇപ്പോൾ മരത്തിന്റെ അതേപോലെ കളറിൽ വുഡൻ ടെക്സ്ചറുകൾ ആക്കിയിട്ടാണ് നമ്മൾ സ്റ്റീൽ ഡോർ നിർമ്മിക്കുന്നത്. പിന്നീട് അതിന്റെ ഫിറ്റിംഗ് സമയത്തും നമ്മൾ ഫ്യൂച്ചറിൽ PU ഫോമും മറ്റ് സിമെന്റ് ആണെങ്കിലും മണലാണെങ്കിലും PU ഫോം ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. സോ 99% തുരുമ്പിനെ റെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ 1% എന്ന് പറഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷൻ കൊണ്ടോ മറ്റെന്തെങ്കിലും സംഗതികൾ കൊണ്ടോ വരാം. ഇപ്പൊ എന്ത് 100% നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 99% പറയാം, ബാക്കി 1% പഠിച്ചോണ്ട് കഴിയില്ല. അപ്പൊ ആ 1%-നുള്ള സൊല്യൂഷൻ നമ്മളതിലുണ്ട്. ഇപ്പൊ ഹവായ് ഡോസ് ആൻഡ് വിൻഡോസ് നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് ഈ ഡോറുകളും വിൻഡോസുകളും ഒക്കെ വേണമെങ്കിൽ ഡീലേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ 32 ഷോറൂം ഒറ്റയ്ക്ക് ചെയ്യുന്ന പണി 10% പണി എടുത്താൽ മതിയാവും നമുക്ക് 100 ഡീലർമാരുണ്ടാക്കാം. കാരണം ഡെയിലി ഇറങ്ങിയാൽ എനിക്ക് 2 ഡീലർമാർ അല്ലെങ്കിൽ 5 ഡീലർമാരെ അപ്പോയിന്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഡീലേഴ്സിന് ത്രൂ കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കാൻ പറ്റൂല. ഞാനിവിടെ ഒരു ബ്രാൻഡാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഹവായ് എന്ന് പറഞ്ഞ ലോഗോയിലുള്ള ഒരു ബ്രാൻഡാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ ഷോറൂമിലൂടെ നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പൊ അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 1% സാധ്യത ഞാൻ എൻ്റെ സർവീസ് ടീമിനെ വെച്ച് പരിഹരിക്കും. ഈ തുരുമ്പ് വരികയാണെങ്കിൽ തന്നെ അത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിന്റെ ഉള്ളിൽ 24 മണിക്കൂർ മാക്സിമം 48 ഹവേഴ്സിനുള്ളിൽ വന്ന് അത് തീർക്കും. കാരണം എല്ലാ ഷോറൂമിലും എനിക്കൊരു ടെക്നീഷ്യൻ ഉണ്ട്. ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഹെഡ് ലെവൽ കോർപ്പറേറ്റിൽ നമുക്കൊരു 10ഓളം ആളുകളും ആപ്ലിക്കേഷനും സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഇത് ഞാൻ ഈ വണ്ടീനൊക്കെ പോലെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആക്കിയത് ഇതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മളൊരു 10-15 ലക്ഷം രൂപ ഇതിലേക്ക് സർവീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു ഗ്രോത്തിനും വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ആരെങ്കിലും സർവീസ് എനിക്കത് വിചാരിച്ച് ഇപ്പോൾ എൻ്റെ ഒരു ഷോറൂമിൽ നമ്മൾ മാക്സിമം ഒരു 50 മുതൽ 100 ഡോർ വരെ വിൽക്കുന്നുണ്ട്. അതിന് മാക്സിമം പോയാൽ ഒരു 4-5 സർവീസേ വരുള്ളൂ. പക്ഷെ വിളിച്ചാൽ ഒരു 24 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുന്ന സംവിധാനം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തുരുമ്പ് വരികയാണെങ്കിൽ ആദ്യം ഒരു യെല്ലോ കളർ ആവും, പിന്നെ അത് കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ ആവും, പിന്നെ അത് തുരുമ്പായി മാറും. ഇതിനൊരു 3 മാസത്തെ പ്രോസസ്സ് ഉണ്ട് മിനിമം. ഈ 3 മാസത്തിന്റെ ഇടയ്ക്ക് എപ്പോൾ വിളിച്ചാലും നമ്മൾ വന്ന് അവിടെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പിന്നെ പഴയ പോലെ പിന്നെ തുരുമ്പിന് വിഷയം വരില്ല. പെയിന്റ് ഡോർസിന്റെ ഒക്കെ പെയിന്റ് ഫെയ്ഡ് ആയി കഴിഞ്ഞാലോ ആ പെയിന്റിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. പെയിന്റിന് വാറണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. അതേപോലെ 2 കോട്ട് പൗഡർ കോട്ട് ചെയ്ത് വുഡൻ ടെക്സ്ചർ അടിച്ച ഒരു പ്രോസസ്സാണിത്. നമുക്ക് ലോങ്ങവിറ്റി പറയാൻ പറ്റും പെയിന്റിൽ. പക്ഷേ കസ്റ്റമർ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു സാധനം വണ്ടി എടുത്ത് നല്ലോണം സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ കാലം കൊണ്ടുവരാൻ പറ്റില്ലേ. അപ്പോൾ ഒരു ക്ലിയർ കോട്ടൊക്കെ അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലിയർ കോട്ട് എന്ന് പറഞ്ഞൊരു സാധനം അടിച്ചാൽ 750 രൂപയ്ക്ക് നമുക്ക് 3-4 ഡോറിന് അടിക്കാം. പക്ഷെ അത് അടിച്ചാൽ ഒരു എക്സ്ട്രാ ലെയർ പ്രൊട്ടക്ഷനാണ്. പിന്നെ ഒരു 5-6 വർഷങ്ങൾക്ക് കൂടുതൽ കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്ത് വെയിലടിക്കാതെ നോക്കുക. അത് സ്റ്റീൽ ഡോർ എന്നല്ല, എന്ത് സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു 1 കോടി ഉറുപ്പിന്റെ സാധനം എടുത്താലും ഞാൻ ആ രീതിയിൽ പറയും. അങ്ങനത്തെ പ്രൊട്ടക്ഷൻ കൊടുത്താൽ ലോങ്ങവിറ്റി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇനി എത്ര പ്രീമിയം പെയിന്റ് അടിച്ചാലും എനിക്ക് ഡയറക്റ്റ് വെയിലടിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പെയിന്റിങ്ങിന് വാറണ്ടി കൊടുക്കാത്തത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് എത്ര കസ്റ്റമേഴ്സിനെ നമുക്ക് ഒരു 1 ലക്ഷത്തിനടുത്ത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്ത് ഏത് രീതിയിലും കസ്റ്റമേഴ്സിന്റെ പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹവായ് ഡോസ് ആൻഡ് വിൻഡോസിന്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള എക്സ്ക്ലൂസിവിറ്റിയാണ്. ഈ എക്സ്ക്ലൂസിവിറ്റിയിൽ നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. കാരണം ഈ 32 ഷോറൂമും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കുക. അത് ഹവായ് തന്നെ കൊടുക്കുന്നത്. ഹവായ് നമുക്ക് പുറത്തുനിന്ന് കിട്ടൂല, ഡീലേഴ്സിന് കിട്ടൂല. പിന്നെ നമ്മളെ ക്വാളിറ്റിയാണ്. ഞാൻ 2014 മുതൽ നമ്മൾ സ്റ്റീൽ ഡോർ ഫീൽഡിലുണ്ട്. സോ ഇതിന്റെ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം, ഇതെങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ ഇതിൻ്റെ ലോങ്ങവിറ്റി കിട്ടും എന്ന് പഠിച്ച് ഓരോ വർഷവും അപ്ഡേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഹാൻഡിൽസ്, ലോക്ക് സെറ്റ്, ഹിഞ്ചസ്, ഹാർഡ്വെയർസ് ഒക്കെ നമ്മൾ SS മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇതിനൊരു പ്രോബ്ലം ഉണ്ടാവരുതെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് നമുക്ക് അങ്ങനത്തെ സംഗതികളൊക്കെ. ഇതിൻ്റെ 14 ലോക്സ്, അതിൻ്റെ പുറമെ ഒരു എക്സ്ട്രാ മൗണ്ട് ലോക്ക്. ഈ അടുത്ത് ഹൈദരാബാദിൽ ഒരു വീട്ടിൽ ഒരു കള്ളം കയറി. തലേ ദിവസം രാത്രി കള്ളം കയറിയിട്ട് ഒരു 1/4 മണിക്കൂർ കള്ളം ശ്രമിച്ച് പരാജയപ്പെട്ട് തിരിച്ചുപോയി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കന്നഡയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് കസ്റ്റമർ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ വിളിച്ച് എന്റെ വീട്ടിൽ കള്ളം കയറി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് വിളിക്കുന്ന ആദ്യം ഒരാൾ ആ കസ്റ്റമർ ആയിരിക്കും. അയാൾ നമ്മൾ ഷോറൂമിലേക്ക് വിളിച്ചു, എടാ എന്റെ വീട്ടിൽ കള്ളം കയറി, പക്ഷെ
കള്ളനുള്ളിൽ കയറാൻ പറ്റിയില്ല. ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒന്നും എടുത്തിട്ടില്ല. കാരണം നമുക്ക് ഈ 14 ലോക്സിന്റെ പുറമെ ഒരു മൗണ്ട് ലോക്ക് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ കള്ളം വിചാരിച്ച് ഈ ലോക്ക് എങ്ങനെയും പൊട്ടിച്ചാൽ ഉള്ളിൽ കയറാന്ന് വിചാരിച്ചു. പക്ഷേ സെപ്പറേറ്റ് ഒരു റാഡിൽ ഈ മൗണ്ട് ലോക്ക് നിൽക്കുന്നുണ്ട്. ആ മൗണ്ട് ലോക്ക് പൊട്ടിക്കാൻ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ആയപ്പോൾ ആരെങ്കിലും വന്ന് കാണും. അതുകൊണ്ട് കള്ളം പരാജയപ്പെട്ട് തിരിച്ചുപോയി. പിന്നെ നമ്മൾ പിറ്റേന്ന് പോയിട്ട് ആ ഡോർ മാത്രം മാറ്റി കൊടുത്തു. ലീഫ് അവിടെ തന്നെ വെച്ചിട്ട്. അപ്പൊ കസ്റ്റമർക്ക് ആ ഡോർ മാറ്റാനുള്ള എക്സ്പെൻസ് മാത്രമേ വന്നുള്ളൂ. കസ്റ്റമർക്ക് കള്ളന് ഉള്ളിൽ കയറാതെ തിരിച്ചു പോകാൻ പറ്റി. ആ പ്രൊമോട്ട് ചെയ്ത് നമുക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പോൾ സെക്യൂരിറ്റി ലെവലിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ക്ലൂസിവിറ്റി ആയാലും ക്വാളിറ്റി ആയാലും പിന്നെ സർവീസ് ചെയ്യാൻ പറഞ്ഞു നമുക്ക് സെപ്പറേറ്റ് ഒരു ടീമാണ്. ഈ 32 ഷോറൂമിൽ 32 ടെക്നീഷ്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെ അത്രയും സർവീസ് പ്രശ്നമായിട്ടല്ല. പക്ഷെ ആളുകൾക്ക് ഒരു സർവീസ് എത്ര വർഷം കഴിഞ്ഞാൽ ആ സർവീസ് നമ്മൾ കൊടുക്കാൻ നമുക്ക് FRPക്ക് 10 വർഷമാണ്, സ്റ്റീൽ ഡോറിന് 5 വർഷമാണ് നമ്മൾ സർവീസ് വാറണ്ടി കൊടുക്കുക. പക്ഷെ അതിന് ശേഷവും ഇപ്പൊ നമ്മൾ അതിന്റെ പാർട്സ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളും അതിന് പേയ്മെന്റ് കൊടുത്താൽ നമ്മളെ സർവീസ്. ഇപ്പം 10 വർഷത്തിന് മുമ്പേ നമുക്ക് എടുത്ത പാലക്കാടുള്ള ഒരു കസ്റ്റമർക്ക് നമുക്ക് ഫുൾ റീപെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റീസെന്റ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റിയിലാണെങ്കിലും എക്സ്ക്ലൂസിവിറ്റിയിലാണെങ്കിലും ഡിസൈൻസിലാണെങ്കിലും ഇപ്പൊ എല്ലാ മോഡലിലും 50-ലധികം ഡിസൈൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലുകൾ നമ്മളാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെ ഡിസൈൻസ് ആയാലും ക്വാളിറ്റിയും സർവീസും ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ പെട്ടെന്ന് വളരാൻ പറ്റി. ഇപ്പൊ 4 വർഷം മുമ്പാണ് സ്വന്തം ഷോറൂം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ തുടങ്ങിയത്. ഇതിപ്പോ 32 ഷോറൂമിലേക്ക് എത്തി. അതേപോലെ നിങ്ങളെ പോലത്തെ സെലീംഖനെ പോലത്തെ ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ കെയർ ഓഫിൽ തന്നെ കുറെ റെഫറൻസ്. അല്ല അത് നമുക്കും അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടും പിന്നെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് അത്ര അധികം അറിയുന്നതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ കോമിൽ ഞാനല്ലാതെ പ്രൊമോഷൻ ആയിട്ട് ഇരുന്നത്. ഷാഹിദ് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇപ്പൊ അവായ് ഡോർസിന്റെ ഒരു മെമ്പറായി ഞാനിപ്പോ ഈ ഡോർ കൂടി വെച്ചപ്പോൾ പറയാം. അപ്പോൾ നമുക്ക് അവരിലുള്ള വിശ്വാസം തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ വന്നിട്ട് ആളുകൾ, കാരണം എന്നെ അറിയുന്ന കുറച്ചെങ്കിലും പേര് ഇത് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി അവരെ നിരുത്സാഹപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഷാഹിദിനായിട്ട് ഞാൻ സംസാരിച്ചു. സലീംക്ക് നമ്മളെ നാദാപുരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് ഞാൻ ഡോസൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിൽ ഇത് വെച്ചേനെ എന്നാണ് പറഞ്ഞത്. ഒരു സംശയമില്ല. അവസാനം എന്നെ വിളിച്ചിട്ട് ഷാഹിദ ഒരു 5 ബാത്റൂം ഡോർ ബാക്കിയുണ്ട് എന്റെ FRP കൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവായ് മെമ്പർ. കാരണം ഈ റൂംസിനായിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ കട്ട്ള വുഡിന്റെ വെച്ച് കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം നടക്കില്ല എന്ന് പറഞ്ഞു. ഇത് കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിനും കട്ടില വെക്കേണ്ട ആവശ്യമില്ല. അഥവാ തേപ്പ് കഴിഞ്ഞിട്ടില്ല, പ്ലാസ്റ്റിക് കഴിഞ്ഞതിന്റെ ഒരു ഭാഗം ജസ്റ്റ് ഗ്യാപ്പ് മാത്രം ഇട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് സ്റ്റീലാണോ അലുമിനിയാണോ ഫൈബർ ആണോ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഷോറൂമിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഫുൾ പണി നമ്മൾ ചെയ്തു തരും. അതിന് പിന്നെ പുറത്ത് വേറൊരു പണിക്ക് ആളുകൾ. അഥവാ ഈ പ്ലാസ്റ്റിക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ സമീപിക്കേണ്ടത്. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഏറ്റവും പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷമാണ്. ഇപ്പൊ ഡോറൊക്കെ വെക്കുകയാണെങ്കിൽ ടൈലിട്ടതിന് ശേഷമാണ് നമ്മൾ ഇടുക. ഫ്ലോറിൽ ടൈലിട്ടതിന് ശേഷം. വുഡൻ ടെക്സ്ചർ വിൻഡോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കോട്ട് അടിച്ചതിന് ശേഷം വെച്ചാലും മതി. ജസ്റ്റ് ഒരു കോട്ട് പെയിന്റിങ് കഴിഞ്ഞിട്ട് ഫൈനൽ കോട്ടിന് മുമ്പ് വിളിച്ചാലും നമുക്ക് വെക്കാൻ പറ്റും. സ്റ്റീൽ വിൻഡോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെക്കാം. ഇപ്പൊ ഇതിന് പടവിന്റെ കൂടെ വേണമെങ്കിൽ നോർമൽ എപ്പോക്സി അതിന്റെ കൂടെയും വെച്ചു പോവാം. അതുപോലെ ബാത്റൂമിന്റെ ഇതേപോലെ ടൈല് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഫുൾ ടൈലിട്ടതിന് ശേഷം നമ്മൾ അളവെടുക്കാം. FRP ഡോസ് എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് പോലും മൈന്യൂട്ട് നമ്മൾ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അളവെടുത്തിട്ട് പിന്നെ നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പൊ അതിന് അത്രയും ടൈം ഗ്യാപ്പും അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈലിന്റെ വർക്ക് കഴിയും വേണം. അപ്പൊ നമുക്ക് ഈ FRP ഡോർസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. കാരണം ഇവിടെ വന്ന എല്ലാ ആളുകളും അന്ന് ഇവിടുത്തെ ഡോറുകൾ കണ്ടിട്ട് വളരെ കാരണം വുഡ് തന്നെയാണെന്ന് ചോദിച്ച ആളുകളുണ്ട്, കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. 6 മാസം മുമ്പാണ് കണ്ടതെങ്കിൽ ഒരു 6 വർഷത്തെ പരിചയം ഈ 6 മാസത്തിന്റെ ഉള്ളിൽ നമുക്കായി. അപ്പൊ സലീംഖനെ പോലുള്ള ഒരു ട്രസ്റ്റഡ് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് വന്ന് അല്ലെങ്കിൽ ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് നമ്മളെ വിളിച്ച് റിവ്യൂ പറയുമ്പോൾ അതിയായ സന്തോഷമാണ്. അല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. എന്തായാലും അവായ് ഡോർസിന്റെ കൂടുതൽ അവായ് ഡോർസിനെ കുറിച്ച് അറിയാൻ ഇവരുടെ പേജ് ഇൻസ്റ്റാഗ്രാമും അതേപോലെ യൂട്യൂബൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേഷനും അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, അതുപോലെ നിങ്ങളും ഹാപ്പി ആവുന്ന തീർച്ച. Hawai Steel Doors and Windows, the global standard doors and windows.